നിലമ്പൂരിലെ കാട്ടാന ആക്രമണം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്. വന്യജീവി ആക്രമണം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഓർമ്മിപ്പിച്ചു. വന്യജീവി ആക്രമണം കാരണമുള്ള മരണം കൂടി വരുന്നു എന്നത് ശാസ്ത്രീയമായ കണക്കല്ലെന്നും മന്ത്രി. ആർ ശ്രീജിത്ത് ചേരുന്നു നിയമസഭയുടെ കെട്ടിടത്തിൽ നിന്ന്. ശ്രീജിത്ത്, പറയൂ. SKN നിലമ്പൂരിൽ മൂത്തേടത്ത് ഊരിൽ സരോജിനി എന്ന ഈ സ്ത്രീ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം മുൻനിർത്തിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറഞ്ഞ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് സഭയിൽ മറുപടി നൽകി. സവിശേഷ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിച്ചത് കേരളം മാത്രമാണ്. അതുകൊണ്ടാണ് SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപ ഈ വന്യജീവി ആക്രമണത്തിൽ സഹായം നൽകാൻ കഴിയുന്നത്. മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഈ വന്യജീവി ആക്രമണത്തെ തടയാൻ സർക്കാർ ചെയ്യുന്നുണ്ട്. മലയോര മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാവുന്ന എന്ന സമീപനമാണുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് ഇപ്പോൾ അനുമതി നിഷേധിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. എന്നാൽ വിഷയം അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ നിലമ്പൂർ മേഖലയിലെ പ്രശ്നങ്ങളെപ്പറ്റി യാതൊന്നും സംസാരിച്ചില്ല. മറിച്ച് സർക്കാർ കൊണ്ടുവന്ന വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും UDF നടത്താൻ പോകുന്ന മലയോര ജാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇത് സ്പീക്കറെ ചൊടിപ്പിച്ചു. ഏത് വിഷയമാണ് താങ്കൾ ഇവിടെ ഉന്നയിക്കുന്നത് എന്ന് സ്പീക്കർ പലതവണ അദ്ദേഹത്തിന്റെ അവതരണത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മന്ത്രി എ കെ ശശീന്ദ്രൻ സഭയിൽ മറുപടി പറയുകയാണ്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.